ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ബ്രെഡ് കൊണ്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ. ഞാനൊരു 10 ബ്രെഡ് എടുത്ത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡ് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ്. നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ നമുക്ക് ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിനകത്തോട്ട് തന്നെ കുറച്ച് എള്ള്, എൻ്റെ ഇപ്പം കറുത്ത എള്ളില്ല, അതുകൊണ്ട് ഞാൻ വെള്ള എള്ളാണ് ഇട്ടത്. നമുക്കിപ്പോൾ ഏത് എള്ള് വേണമെങ്കിലും ഇടാം. അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്ത് കുറച്ച് നെയ്യാണ്, ശകല നെയ്യ് ഒഴിച്ചാൽ മതി. അതിനകത്തിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ മൂത്ത് കണ്ടോ, ഞാനെല്ലാം തിരിച്ചിട്ട് ഇനി ജസ്റ്റ് ഇനി ഒന്നുകൂടെ മൂക്കണം. ഇത് നെയ്ക്കകത്താണ് ഞാനിപ്പം ചെയ്തത്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വേണ്ടിയാണ് ഇച്ചിരി നെയ്യ് കഴിക്കട്ടെ നെല്ലിയാണ് അങ്ങനെ കൊടുത്തത്. എല്ലാവർക്കും വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അവിടെ എല്ലാവർക്കും തോന്നും ഇത് ഇത് ഒരു കട്ടിയില്ല കാണത്തില്ലായിരിക്കും. പക്ഷെ നല്ല കട്ടി, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, നല്ല കട്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.